വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളില്ലാതെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി യോഗം നടത്താനും തീരുമാനമായിട്ടുണ്ട്. ചർച്ചകൾക്കിടെ പുടിനുമായി 40 മിനിറ്റ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. സെലൻസ്കി പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്നും കൂടിക്കാഴ്ച ഉടനുണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു. വെടിനിർത്തലല്ല, ശാശ്വത സമാധാനമാണ് യുക്രൈന് വേണ്ടതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ലോകം ഉറ്റുനോക്കുകയായിരുന്നു ആ കൂടിക്കാഴ്ചയെ, വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയെ. പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ ആ കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. കൂടിക്കാഴ്ചയ്ക്കിടയിൽ തന്നെ പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുന്നു. എന്താണ് കൂടിക്കാഴ്ചയിൽ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ധാരണകൾ? അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, മധു കൊട്ടാരക്കര? റീജിത്ത്, ഗുഡ് മോർണിംഗ്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രാഷ്ട്ര തലവന്മാരുടെ ഏറ്റവും വലിയ ചർച്ചയ്ക്കാണ് ഇന്ന് വൈറ്റ് ഹൌസ് വേദിയായത്. യൂറോപ്യൻ നേതാക്കളോടൊപ്പമാണ് വൈറ്റ് ഹൌസിൽ ഈ യുക്രൈൻ പ്രസിഡന്റ് എത്തിയത്. ട്രംപ് നല്ല രീതിയിൽ തന്നെ സെലൻസ്കിയെ സ്വീകരിക്കുകയും ചെയ്തു. യുക്രൈന് വേണ്ട സുരക്ഷ ഒരുക്കുവാൻ യൂറോപ്പിനെ അമേരിക്ക സഹായിക്കുമെന്ന് ട്രംപ് പിന്നീട് പറഞ്ഞു. ചർച്ച നല്ല രീതിക്ക് പോയെന്ന് സെലൻസ്കിയും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു. ഈ ചർച്ചയ്ക്കിടയിൽ നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ വ്ളാദിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ ബന്ധപ്പെടുകയും 40 മിനിറ്റോളം ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നീട് ഓവൽ ഓഫീസിൽ മടങ്ങിയെത്തി ആ ചർച്ചയുടെ വിശദാംശങ്ങൾ യൂറോപ്യൻ നേതാക്കളെയും സെലൻസ്കി അറിയിക്കുകയും ചെയ്തു. ത്രികക്ഷി കൂടിക്കാഴ്ചയായിരിക്കും അടുത്ത സ്റ്റെപ്പ്. പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച ഓഗസ്റ്റ് അവസാനിക്കും മുമ്പ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വൈറ്റ് ഹൌസ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട സെലൻസ്കി യുക്രൈന്റെ ആവശ്യം വെടിനിർത്തലല്ല, ശാശ്വത സമാധാനമാണെന്ന് പറഞ്ഞു. പുടിനുമായുള്ള ഏത് ഫോർമാറ്റിലുള്ള കൂടിക്കാഴ്ചയ്ക്കും യുക്രൈൻ തയ്യാറാണ്. യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ട്രംപുമായി വളരെ നീണ്ട ചർച്ച തന്നെ സെലൻസ്കി നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. യുക്രൈന് ഉറപ്പ് നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടിയുടെ രൂപഘടന 10 ദിവസത്തിനകം തയ്യാറാക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തടവുകാരുടെ പൂർണ്ണ കൈമാറ്റം അതൊരു വലിയൊരു ആവശ്യമായിട്ടാണ് സെലൻസ്കി അവതരിപ്പിച്ചത്. അവരെ അവിടെ ഉപദ്രവിക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ ട്രംപുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടന്റെ കെയർ സ്റ്റാമർ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ട്രംപിന് ഏറെ പ്രിയപ്പെട്ട ജോർജിയ മിലനി ഇറ്റലിയുടെ, അതുപോലെ ഫിൻലാൻഡ് അലക്സാണ്ടർ സ്റ്റബും ഒക്കെ സെലൻസ്കിയോടൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് ഹൌസ് മീറ്റിംഗിനിടെ ട്രംപ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശ മേഖലകളും ഇപ്പോൾ യുദ്ധം നടക്കുന്ന മേഖലകളുടെയും ഒക്കെ ഒരു ഭൂപടം പ്രസന്റ് ചെയ്തിരുന്നു. എന്നാൽ റഷ്യയുടെ നിയന്ത്രണത്തിൽ കാണിച്ചിരിക്കുന്ന യുക്രൈൻ പ്രദേശത്തിന്റെ ആ ശതമാനത്തോട് താൻ പൂർണ്ണമായി യോജിക്കുന്നില്ല എന്ന് സെലൻസ്കി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. അതുപോലെ ഈ അമേരിക്ക നൽകുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടിക്ക് ഇപ്പോൾ ഒരു വ്യക്തതയില്ലെങ്കിലും ഭാവിയിൽ റഷ്യൻ അധിനിവേശം തടയുവാനുള്ള ഒരു സുരക്ഷ ഒരുക്കുന്നതായിരിക്കും ഇത്. റീജിത്ത്, ശരി. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി യോഗം നടത്താനും ഈ വൈറ്റ് ഹൌസ് ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. വെടിനിർത്തൽ പോലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, എങ്കിലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ ഒരു പോസിറ്റീവായ സ്റ്റെപ്പ് എന്ന രീതിയിൽ ആ ചർച്ചയെ പൊതുവെ വിലയിരുത്താവുന്നതാണ്. മധു കൊട്ടാരക്കര വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.